നമസ്കാരം. ഞാൻ റവറൻഡ് ചാക്കോ പി ജോർജ്. ഇന്ന് നിങ്ങളോട് പറയുവാൻ താല്പര്യമുള്ള ദൈവ സന്ദേശം സ്വർഗരാജ്യം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗരാജ്യം മനുഷ്യനെ ക്ഷണിക്കുന്നു, വിളിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്ന അതിമനോഹരമായ ഒരു ഉപമയുണ്ട്. അത് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട യജമാനനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ്. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളെ, ജോലിക്കാരെ തേടി നടക്കുന്നു. 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും വേണ്ട 11-ാം മണി നേരത്തും പോയി ജോലിക്കാരെ അന്വേഷിക്കുന്നു. നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ന്യായമായത് തരാം എന്ന് പറയുന്നു. മനുഷ്യന് ദൈവം നൽകിയ ന്യായമായ പ്രതിഫലമാണ് 1 ഈ ഭൂമി, 2 പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്ന വാഗ്ദത്തം. ആയതിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ആളുകളെ കാലാകാലങ്ങളിലായി ക്ഷണിക്കുന്നു. യഹൂദന്മാരുടെ കണക്കനുസരിച്ച് അക്കാലത്ത് സൂര്യൻ ഉദിക്കുന്ന സന്ദർഭം 6 മണി മുതൽ നമ്മൾ കണക്കാക്കുന്നവർ 1 മണി എന്ന് പറഞ്ഞ് തുടങ്ങും. 1, 2, 3 എന്ന് പറഞ്ഞ് തുടങ്ങും. അതുകൊണ്ട് സൂര്യ ഉദയം മുതൽ ആ യജമാനൻ പുറത്തേക്ക് പുറപ്പെട്ട് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരായി ജോലി ചെയ്യുവാൻ ആളുകളെ ക്ഷണിക്കുന്നു. അവരോരോരോ സമയങ്ങളിലായി ജോലിക്ക് വന്നു ചേരുന്നു. സ്വർഗരാജ്യം ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ വേദപുസ്തകം തന്നെ സ്വർഗരാജ്യത്തിൻ്റെ ക്ഷണം, മനുഷ്യൻ്റെ അരികിലേക്ക് സ്വർഗരാജ്യം വന്നവനെ വിളിക്കുന്നതിൻ്റെ വിളിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദമേ, നീ എവിടെ? കൈനേ, നിൻ്റെ സഹോദരൻ എവിടെ? അബ്രഹാമേ, നീ നിൻ്റെ സ്വജനത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് ക്ഷണിച്ച ആളുകളാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എങ്കിലും അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, പക്ഷേ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. നിങ്ങളെങ്കിലേക്ക് വരിക, നമുക്ക് തമ്മിൽ അഭിമുഖ സംഭാഷണം നടത്താം എന്ന് യെശയ്യാ പ്രവാചകൻ പറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നു, അവൻ 11-ാം മണി നേരത്ത് ചെന്നു. ചിലർ ചന്തസ്ഥലങ്ങളിൽ മെനക്കിട്ട് നിൽക്കുന്നത് കണ്ടു. അവരുടെ 11-ാം മണി നേരം എന്ന് പറയുമ്പോൾ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാൻ അടുത്തു വരുന്ന സന്ദർഭമാണ്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പോലും ദൈവത്തെ തിരിച്ചറിയാതെ ദൈവവിളി കേൾക്കാത്ത ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ പകലത്തെ വെയിലുമൊക്കെ സഹിച്ച് ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നതെന്ത്? അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്, ആരും ഞങ്ങളെ കൂലിക്ക് വിളിച്ചില്ല, ആരും വിളിക്കുന്നത് ഞങ്ങൾ കേട്ടില്ല. ദൈവവിളിയെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ആളുകളായി തീർന്നു എന്നാണ് അവരുടെ മറുപടി. ദൈവവിളി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നേ വരയ്ക്കും. എങ്ങനെയാണ് ദൈവം വിളിക്കുന്നതെന്നറിയില്ല. സങ്കീർത്തനം 19 പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു,
ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശത്തിലുള്ള സകല സംഗതികളിലൂടെ, സൂര്യചന്ദ്രാദികളിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം ദൈവം തമ്പുരാൻ മനുഷ്യനെ തങ്കലേക്ക് വിളിച്ച് അടുപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും ആ വിളിയെ നാം കേൾക്കുന്നില്ല. പ്രപഞ്ചത്തിലുള്ള ഇതര ശബ്ദങ്ങൾ, അതിൻ്റെ ഉള്ളിൽ ദൈവശബ്ദം കേൾക്കുവാൻ മനുഷ്യന് സാധിക്കുന്നില്ലയോ? നാം സെലക്റ്റീവ് ഹിയറേഴ്സാണ്. നാം ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മുടെ ചെവിയിൽ വന്നു ചേരാറുള്ളൂ. അങ്ങനെയുള്ള സെലക്ഷൻ നാം നടത്തുമ്പോൾ, അറിയാതെ നടത്തുമ്പോൾ, ദൈവശബ്ദം കേൾക്കുവാനായിട്ട് പലപ്പോഴും കഴിഞ്ഞിട്ടില്ലേ? ദൈവം മനുഷ്യനെ വിളിക്കുന്ന വിളിയെക്കുറിച്ച് ഒന്നുകൂടെ പറയുമെങ്കിൽ ഇപ്രകാരം നമുക്ക് പറയാം. പഴയ നിയമ പുസ്തകത്തിൽ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ ശമൂവേൽ ദൈവസന്നിധിയിൽ ദൈവാലയത്തിൽ കിടന്നുറങ്ങി. ദൈവം അവനെ വിളിക്കുന്നു, ശമൂവേലി, ശമൂവേലി എന്ന്. അവൻ ഏലി പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടുന്ന് എന്നെ വിളിച്ചല്ലോ. അവന് ബാലനായതുകൊണ്ട്, മാത്രമല്ല പരിചയം ഇല്ലഞ്ഞതുകൊണ്ട് ദൈവവിളി കേൾക്കുവാൻ സാധിക്കുന്നുവെങ്കിലും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പലപ്പോഴും നമുക്കും മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്. നമുക്ക് പരിചയം ലഭിച്ചെങ്കിൽ മാത്രമേ, ആ വിധത്തിലുള്ള പരിശീലനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവവിളിയെ തിരിച്ചറിയുവാനും പ്രതികരിക്കുവാനും പറ്റും. ശമൂവേൽ ഏലിയോട് ചെന്ന് 2 തവണ പറഞ്ഞപ്പോൾ 2-ാം തവണ ഏലി മനസ്സിലാക്കുന്നു, ഈ വലിയ ദൈവാലയത്തിനുള്ളിൽ മറ്റാരും വിളിക്കുവാനായിട്ടില്ല. അതുകൊണ്ട് ഇനിയും ആരെങ്കിലും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞു. 3-ാം തവണ അവനെ വിളിക്കുമ്പോൾ ശമൂവേൽ പറയുന്നു, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. യഹോവയോട് പ്രതികരിക്കുമ്പോൾ, പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ ദൈവം അവനോട് സംസാരിക്കും. ദൈവത്തിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നിങ്ങളെ അവൻ്റെ പദ്ധതിയിൽ പങ്കുചേർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമുക്ക് പറയാം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം പങ്കുകാരാകും. നാം പോസിറ്റീവ് ഹിയറേഴ്സ് ആകും. ദൈവ മുൻപാകെ ക്രിയാത്മകമായ കേൾവിക്കാരാകുക. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രസംഗങ്ങളുടെയും അവസാനം മിക്കപ്പോഴും ക്രിസ്തു പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ചെവിയുണ്ട്. അല്ലെങ്കിൽ ചെവിയില്ലാത്തവന് കേൾവി കൊടുത്തിട്ടുള്ള ക്രിസ്തുവാണ്. പക്ഷേ അവർ മിക്ക പേരും പോസിറ്റീവ് ഹിയറേഴ്സ് അല്ലായിരുന്നു. കേട്ട് വിചിന്തനം ചെയ്ത് മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്ന ക്രിയാത്മകമായ കേൾവി, അതാണ് ക്രിസ്തു ഉദ്ദേശിച്ചത്. ക്രിസ്തു നമ്മെ വിളിക്കുമ്പോൾ ക്രിയാത്മകമായിട്ടുള്ള കേൾവിക്കാരായി തീരുക. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കൂടെ പറയും. ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തത് അവർക്ക് കൊടുക്കുന്നു. മുൻപന്മാർ മുതൽ പിൻപന്മാർ വരെ, ആദ്യം വന്നവർ മുതൽ അവസാനം വന്നവർ വരെ അവർക്ക് കൂലി കൊടുക്കുന്നു. നിശ്ചയമായും ലോകത്തിൽ നാം ചെയ്യുന്ന എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. കാലം കണക്ക് പറയാതെ ഇരിക്കില്ല. അതുകൊണ്ട് കണക്ക് പറയുന്ന കാലത്ത് നമുക്ക് എന്താണ് ലഭിക്കുക? അവിടെ ക്രിസ്തു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ചിലർ മുമ്പന്മാരും ചിലർ പിമ്പന്മാരുമാകും. മുമ്പ് വന്നവർ ചിലർ പിൻപന്മാരായി പോകാൻ. ഓർക്കുക, നമുക്ക് ദൈവസന്നിധിയിൽ അവകാശപ്പെടാനൊന്നുമില്ല. നമ്മളുടെ ജീവിതം നമുക്ക് ലഭിക്കുന്നതെന്നും അവൻ്റെ അനുഗ്രഹം മാത്രമാണ്.
പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനോഹരമായിട്ടുള്ള ഒരു ആദ്യകാല നാടകഗാനമുണ്ടല്ലോ, അവസരം ഇനിയുമുണ്ടോ? കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കുന്നേരം ശരിക്കൊരുത്തരം നൽകാൻ നിനക്ക് വല്ലതുമുണ്ടോ? അവസരം ഇനിയുമുണ്ടോ? എന്ത് പ്രതിഫലം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും? ദൈവം വിളിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.